ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോഗോ ഫുഡി ബൈ മീനു. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ? ഞാനൊരു കുട്ടി സിമ്പിളായിട്ടൊരു 2 മിനിറ്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഫസ്റ്റ് ബ്രെഡ്, പിന്നെ നമുക്കൊരു ഏത്തപ്പഴത്തിൻ്റെ ഒരു ഹാഫ് വേണം, പിന്നെ നമുക്ക് പീനട്ട് ബട്ടർ, അവക്കാഡോ, പിന്നെ കുറച്ച് സിനമൺ പൗഡർ, കുറച്ച് ഹണി. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഹാഫ് മതി. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫ്രൂട്ട്സ് ആണെങ്കിലും ഇപ്പോൾ ഇത് തന്നെ ചെയ്യണമെന്നില്ല. എനിക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ, ഇത് എടുക്കുന്നതാണ്. ജസ്റ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഞാനിതിപ്പം ജസ്റ്റ് എനിക്ക് കുറച്ച് എക്സ്ട്രാ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പം അവധിയൊക്കെ ആണല്ലോ, ഇടയ്ക്കൊക്കെ വിശക്കുമ്പോൾ കഴിക്കുകയില്ല. പിന്നെ എനിക്ക് ബ്രെഡ് ഇഷ്ടമാണെങ്കിലും എനിക്കെപ്പോഴും ബ്രെഡ് കഴിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇതായിരുന്നു എൻ്റെ പേര്, ഗ്ലൂട്ടൻ പ്രോട്ടീൻ എനിക്ക് അലർജി ഉണ്ട്. അതായത് എനിക്ക് മുഖത്ത് നിറച്ച് നല്ല കുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സ്കിൻ കെയർ ഒക്കെ ആദ്യം ട്രൈ ചെയ്തിട്ടും പിന്നെ അതുപോലെ തന്നെ ആ കഥ പിന്നെ പറയാം ഗൈസ്. അതിന് മുമ്പിട്ട് അവക്കാഡോ എങ്ങനെ എഫക്റ്റീവായി കട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്നത് ചെയ്തിട്ട് ജസ്റ്റ് ഇതുണ്ടോ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. ടിങ് ടിങ് ടിങ്, സിമ്പിൾ. വാവ്, അത്ര എളുപ്പമാണോ? ഇനി ഇത് നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് സിനമൺ പൗഡർ ഇടും ഫസ്റ്റ്. നിങ്ങൾക്ക് ലാസ്റ്റ് ഇട്ടാലും മതി, എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഹണി ഇതിലോട്ട് ഒഴിക്കും. അവക്കാഡോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതായത് നിങ്ങൾ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് അവർ ഫസ്റ്റ് ചെയ്യണമെന്നുള്ള, ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് എന്താ കഴിക്കുന്നതെന്നുള്ള. അപ്പോൾ അവർ പറയാറുള്ളത് ഘീ കഴിക്കുന്നതാണ്. ഇന്ത്യൻസ് ഞാൻ വേറെ ആൾക്കാരുടെ ഒന്നും കണ്ടിട്ടില്ല, ഇന്ത്യൻസിലുള്ള ആക്ട്രസ്സുമാർ പറയുന്നത് അവർ ഘീ കഴിച്ചിട്ടാണ് അവരുടെ ഡേ തുടങ്ങുന്നതെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഘീ അല്ലെങ്കിൽ അതിന് റീപ്ലേസ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അവക്കാഡോ. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇതിന്. ഇത് ഇപ്പം ഇത്രയും മെനക്കെടാനൊന്നും സമയമില്ലാത്തവർക്കാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിലോട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഇതിൽ തന്നെ വെച്ച് മുറിക്കാം. ഇതിൽ തന്നെ വെച്ച് മുറിച്ച് നമുക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ. അതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്, ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാം. അവരുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ആ കംപ്ലീറ്റ് അവക്കാഡോ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സിനമൺ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ ഹണിയും കൂടി ഒഴിക്കും. എന്നിട്ട് ഞാനിത് ഫുള്ളൊന്ന് സ്മാഷ് ചെയ്ത് ഞാൻ എടുക്കും, ഉടച്ച് സെറ്റാക്കി എടുക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ ഇത് ഭയങ്കര നല്ലൊരു മൂർച്ചയുള്ള സ്പൂണാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്പൂണാണ്. അത് പെട്ടെന്ന് റെഡിയാവും. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര നന്നായി ഉടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അത്രയ്ക്ക് അങ്ങനെ ഇതായിട്ട് ഫൈനായിട്ടൊന്നും അരച്ച ആ പരുവത്തിലൊന്നും എടുക്കില്ല. ജസ്റ്റ് ബ്രെഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വായിൽ വെച്ചിട്ട് കടിക്കാൻ കിട്ടണം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉടയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഒരു സ്പൂൺ പീനട്ട് ബട്ടർ എടുത്തിട്ട് നമ്മുടെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പീനട്ട് ബട്ടർ വളരെ വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 2 സ്പൂണൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ എനിക്ക് ബ്രെഡ് ആക്ച്വലി എപ്പോഴും കഴിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഗ്ലൂട്ടൻ പ്രോട്ടീൻ അലർജി ഉണ്ട്. അതായത് എനിക്ക് ഈ ഗോതമ്പ്, പാല്,
അതുപോലത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല, കുരു വരും. പക്ഷെ എന്നാലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് കൊതിയൊക്കെ വരുമ്പോൾ ഞാൻ കഴിക്കും. അപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടും എത്ര മരുന്നൊക്കെ ഇതാക്കിയിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. പാല് ഗോതമ്പൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളും ഗ്ലൂട്ടൻ പ്രോട്ടീൻ അലർജി ഉള്ളവരാണ്. അത് ഒരുപാട് ആൾക്കാർക്ക് അലർജി ഉണ്ട്, പക്ഷെ അതെല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഞാനത് ഈ ഒരു സ്പ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ചു. പിന്നെ ജസ്റ്റ് ഈ ഒരു ബനാന എനിക്ക് കട്ട് ചെയ്ത് വെച്ചത് ഫുള്ള് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇത് ഞാൻ ടോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് വയ്ക്കാം. ആൻഡ് കുറച്ച് ഹണി ഇഫ് റിക്വയർഡ് പ്ലീസ് ആഡ്. പിന്നെ ടേസ്റ്റൊക്കെ നമ്മളുടെ ഓരോ ആൾക്കാരുടെയും ഇതാണ്. അത് നിങ്ങളുടെ നാവിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങളതൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ബ്രെഡ് വെച്ചത് ക്ലോസ് ചെയ്യുകയാണ്. സിമ്പിൾ ബട്ട് വളരെ ഹെൽത്തിയാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ നോക്കിക്കോളൂ. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എന്താണ് ജാം യൂസ് ചെയ്യണം, അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എന്ത് സാധനം വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.